ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓർക്കിഡുകളിലെ മറ്റൊരിനാണ് ഡാൻസിങ് ലേഡി അഥവാ ഒൺസീഡിയം എന്നൊക്കെ പറയുന്ന ഓർക്കിഡ് അല്ലേ. പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അത് വളർത്തുന്ന കുറച്ച് രീതികളും അതിൻ്റെ പരിപാലന രീതികളൊക്കെയാണ്. ജസ്റ്റ് എൻ്റെ അനുഭവം മാത്രം എന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസിങ് ഗേൾ ഓർക്കിഡ് എന്ന് പറയുന്ന ഒൺസീഡിയം എന്നൊക്കെ പറയുന്ന ഓർക്കിഡ്. അപ്പോൾ കണ്ടോ, പൂക്കൾ കണ്ടോ, വളരെ ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. വളരെ ചെറിയ പൂക്കളാണ്. ഇതിന് പ്രധാനമായിട്ട് ഡാൻസിങ് ഗേൾ എന്നൊരു പേര് വന്നത് തന്നെ ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നത് പോലെയാണ് ഈ പൂവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. കാണാൻ അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇതിനെ ഗോൾഡൻ ഷവർ ഓർക്കിഡ്സ് എന്ന് പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, ഇത്രയും ആ ഒരു നീളമാണ് ഈ സ്പൈക്കിൻ്റെ നീളം എന്ന് വെച്ചാൽ. അത് പക്ഷേ ഇത് വളരെ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടും ചെറിയ പോട്ടിൽ നിൽക്കുന്നത് കൊണ്ടും ഞാൻ കൊടുക്കുന്ന വളം അനുസരിച്ചിട്ടുമാണ് ഇതിൻ്റെ ഇത്രയും ഉള്ള ലെങ്ത് എന്ന് പറയുന്നത്. സാധാരണ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ലെങ്ത്തിലാണ് ഇതിൻ്റെ സ്പൈക്കുകൾ വരുന്നത്. ധാരാളം പൂക്കളും ഉണ്ടാവും. എനിക്ക് ഒരു 100-ൽ പരം പൂക്കൾ ചിലപ്പോൾ ഒരു സ്പൈക്കിൽ കാണും. അത്രത്തോളം വലുതായിരിക്കും നമ്മുടെ ഈ ഡാൻസിങ് ലേഡിയുടെ സ്പൈക്ക്, പൂക്കളുണ്ടാകുന്ന സ്പൈക്ക് എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള പൂക്കളുമാണ്. എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വിരിയത്തില്ല. കുറേശ്ശെ വിരിഞ്ഞിട്ട് മൊത്തം വിരിയും. അപ്പോൾ ഒരു 4-5 ആഴ്ച എടുക്കും ഇതെല്ലാം വിരിഞ്ഞ് തീരാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ ആദ്യം വിരിയുന്നതൊക്കെ ആ സമയമാകുമ്പോൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക്, കറക്റ്റ് പറഞ്ഞാൽ 2-3 ആഴ്ചയോളമാണ് നമ്മുടെ ഈ ഡാൻസിങ് ലേഡി ഓർക്കിഡ്സിൻ്റെ പൂവിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. പിന്നെ അത് ചിലപ്പോൾ കൂടാം കുറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന അനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, വെള്ളമൊക്കെ വീഴുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് വെയിലടിക്കുകയാണെങ്കിലും പൂക്കളുടെ ആയുസ് കുറയും. ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ, അപ്പോൾ അതനുസരിച്ചൊക്കെ ഇതിൻ്റെ ആയുസ് കുറയും. പിന്നെ അപ്പോൾ നമുക്കിതിൻ്റെ കെയറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഡെൻഡ്രോബിയം ഫെനലോസിസും ഒക്കെ വീട്ടിലുള്ളവരാണല്ലേ, വളർത്തുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ വളർത്താമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒൺസീഡിയം ഓർക്കിഡും തീർച്ചയായിട്ടും വീട്ടിൽ വളർത്താൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ വലിയ പരിപാലനം എന്ന് വെച്ചാൽ അറിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മുടെ ഈ ഒൺസീഡിയം ഓർക്കിഡ്സ് വളർത്താനായിട്ട്. നമുക്കതിനോടുള്ള ഇഷ്ടം മാത്രം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ അളവാണ്. നമ്മൾ ചെടി വെക്കുമ്പോൾ എത്രത്തോളം വെയിൽ അല്ലെങ്കിൽ ഷെയ്ഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കിത് ഡയറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം വേണ്ട ഒരു ചെടി തന്നെയാണ് ഒൺസീഡിയം. അപ്പം വെയിലത്ത് നിന്നെന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേക പ്രശ്നമൊന്നും പറ്റില്ല. നല്ല വെയിലത്ത് വെക്കാം. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് ഈ വൈകിട്ടുള്ള വെയിലെന്ന് വെച്ചാൽ ഭയങ്കര തീവ്രമായിട്ടുള്ള വെയിലാണ്. ആ വെയിൽ മാക്സിമം കൊള്ളാതിരിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒൺസീഡിയം ഓർക്കിഡ്സ് വളർന്നു വരികയും ധാരാളം പൂക്കളുണ്ടാവുകയും ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ മറ്റ് ഓർക്കിഡുകൾ നനയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒൺസീഡിയം ഓർക്കിഡ്സും നനയ്ക്കണം. നനയെന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള കാര്യം എന്ന് വെച്ച് മറ്റേ നമ്മൾ ഓർക്കിഡ് പറയുന്ന പോലെ തന്നെ കുതിർന്ന് ഇതിൻ്റെ എപ്പോഴും ഇതിനകത്തൊരു ഈർപ്പം തങ്ങി നിൽക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ വെള്ളം ഇതിനകത്ത് തങ്ങി നിൽക്കാതെ നല്ലതുപോലെ വാർന്നു പോകാനുള്ള വഴി നമ്മൾ നോക്കണം. അപ്പം ഇതുപോലെ ഹോളുള്ള ചട്ടി തന്നെയാണ് നമ്മൾ ഒൺസീഡിയം ഓർക്കിഡ്സും വെക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് അടിയിൽ ഡ്രെയിനേജ് ഹോളുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്യൂഡോ ബൾബാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ കാറ്റിലെ ഓർക്കിഡ്സിന് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സ്യൂഡോ സ്റ്റെമ്മാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒൺസീഡിയം ഓർക്കിഡ് ഞാൻ തെങ്ങിലായിരുന്നു വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നല്ലതുപോലെ തെങ്ങിലെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു തൊണ്ട് വെച്ചിട്ട് തെങ്ങിൽ വെച്ച് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് വളം ചെയ്യുന്നത് പോലെ തന്നെ ഇതിനും വളവും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെടിച്ചട്ടി വെക്കുന്നതിനെക്കാട്ടി എനിക്ക് ഗ്രോത്ത് തോന്നിയിട്ടുള്ളത് നമ്മുടെ തെങ്ങിലൊക്കെ മരങ്ങളിലൊക്കെ വെച്ച് കിട്ടുമ്പോഴാണ്. അതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പൈക്കിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സ്പൈക്കിൽ വരികയും ചെയ്യും. നല്ല രീതിയിൽ വളർന്ന് പെട്ടെന്ന് വേര് പിടിച്ച് വരികയും ചെയ്യും. ഇപ്പം നമ്മൾ ചെടിച്ചട്ടിയിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്രോത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ചെറുതായിട്ടേ അത് വളരത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഈ വളരുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പോട്ടിൻ്റെ സൈസ് മാറ്റി കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരുപാട് കൂടി ഇതിൻ്റെ തൈകൾ ഇഷ്ടം പോലെ ഇങ്ങ് വരും.
അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇതിന് വളരാനുള്ള സ്പേസ് കാണില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ വേരുകൾ വന്ന് ധാരാളം തൈകൾ ഇങ്ങനെ വരും, ഇഷ്ടംപോലെ തൈകൾ വരും. അപ്പോൾ അതിന് വളർന്നു വരാനുള്ള സ്പേസ് ചട്ടിക്ക് പോരാ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചട്ടി മാറ്റിക്കോണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ചെടി കുരുടിച്ച് നിൽക്കത്തേ ഉള്ളൂ, പൂക്കളൊന്നും വരില്ല, പുതിയ തൈകളൊന്നും വരാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ചെടി വളർന്നതനുസരിച്ചിട്ട് നമ്മൾ പോട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. അത് മാക്സിമം 2 ഇയർ 2 വർഷമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ പോട്ട് റീപോട്ട് ചെയ്യണം. റീപോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൈകളൊക്കെ മാറ്റി വയ്ക്കുകയും വലിയ ചട്ടിയിലോട്ട് മാറ്റുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ വളം എന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽ വളങ്ങളാണെങ്കിൽ ഒരുപാട് മേടിക്കാൻ കിട്ടും. പല ബ്രാൻഡിൻ്റെ മേടിക്കാൻ കിട്ടും. നമ്മളെ മിറാക്കിൾ 20, അതുപോലെ തന്നെ പിന്നെന്തോ ഞാൻ എപ്പോഴും പറയുന്ന ഗ്രീൻ കെയർ, അതുപോലെ തന്നെ ഒരുപാട് ഓർക്കിഡ് ബോൺ, ഇങ്ങനെ ഒരുപാട് കെമിക്കൽ വളങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ ഗ്രോത്തിനുള്ളതും കിട്ടും, അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനായിട്ടുള്ളതും കിട്ടും. അപ്പോൾ അതിനകത്ത് പ്രത്യേകം ലേബിൾ ചെയ്തിരിക്കും ഗ്രോത്തിൻ്റെതും ഫോളേജിൻ്റെതെന്ന് പറഞ്ഞ് പൂക്കളുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മേടിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും മാറിയും തിരിഞ്ഞും നമ്മൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ അപ്ലൈ ചെയ്യണം. അല്ലാതെ പൂക്കാനുള്ള പൊട്ടാഷ്യത്തിൻ്റെ വളങ്ങളും അപ്ലൈ ചെയ്ത് മാറിയും തിരിഞ്ഞും കൊടുക്കണം. അപ്പോൾ വളങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. വളങ്ങൾ കൊടുക്കാതിരുന്നിട്ട് പൂക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളം നമ്മൾ നല്ലതുപോലെ നൽകിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ ഡാൻസിങ് ലേഡി ഓർക്കിഡ്സ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇതുപോലുള്ള ചട്ടിയിൽ വളർത്താതിരിക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്യൂഡോസ്റ്റം ഇങ്ങനെ വലുതാവുന്ന മുകളിലോട്ടാണ് ഇതിൻ്റെ തൈകളുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു തൈ നിൽക്കുന്നു, അതിനകത്തുനിന്നും പിന്നെ മുകളിലോട്ട് ഇങ്ങനെ സൈഡിൽ ചേർന്നിട്ടാണ് ഇതിൻ്റെ തൈകൾ വരുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും കുറച്ചുകൂടെ വൈഡായിട്ടുള്ള, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള, ഇത്രയും ഹൈറ്റ് ഇല്ലാത്ത നല്ല വൈഡായിട്ടുള്ള ചട്ടികൾ വെക്കുന്നതാണ് കൂടുതലും നല്ലതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം തൈകൾ ഒരുപാട് വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ അഥവാ കുറച്ച് നാളെടുത്തു തൈകൾ മാറ്റിയില്ലെങ്കിൽ പോലും വലിയ പ്രശ്നം നമ്മുടെ ചെടികൾക്ക് പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെ ഭംഗിയുള്ള പൂക്കളാണ്. ഒരു 300 സ്പീഷീസ് വെറൈറ്റീസ് നമ്മുടെ ഈ ഡാൻസിങ് ഗേൾ ലേഡീനകത്തുണ്ട്. അപ്പോൾ അത് ഓരോന്നും പല സ്പീഷീസ് പെട്ടതാണ്. പക്ഷേ അതിനകത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഈ ഡാൻസിങ് ലേഡി ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഈ ഒരു ഡാൻസിങ് ലേഡി ഓർക്കിഡിനകത്തില്ല. പക്ഷേ സ്മെല്ലുള്ള ടൈപ്പ് ഈ ഡാൻസിങ് ലേഡി ഓർക്കിഡ്സ് ഉണ്ട്. വളരെ സ്മെല്ലെന്ന് വെച്ചാൽ നല്ല സ്മെല്ലുള്ള ഓർക്കിഡുകൾ നമ്മുടെ ഈ ഇനത്തിൽപ്പെട്ടതിനകത്ത് ധാരാളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയം മറ്റു ഫെൻലോസസ് ഒക്കെ വളർത്തുന്നത് പോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണ് നമ്മുടെ ഒൺസീഡിയം എന്ന് പറയുന്നത്. പിന്നെ ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കൊടുക്കാം, അതുപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. എനിക്കിതിൽ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ പല ഓർഗാനിക് ഫെർട്ടിലൈസറിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ടുള്ളതും. അപ്പോൾ അത് മാറിയും തിരിഞ്ഞും നമ്മുടെ ഈ ചെടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒൺസീഡിയം ഓർക്കിഡ് നല്ല രീതിയിൽ വളർത്താൻ നിങ്ങൾ ശ്രമിക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ. ഈ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒരുപാട് അങ്ങോട്ട് ഏൽക്കാതെ വെക്കുക എന്നുള്ളത് കാര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബാക്കിയെല്ലാം മറ്റ് ഓർക്കിഡുകളെ കൂട്ട് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്കും ഒൺസീഡിയം ഓർക്കിഡ്സ് വളർത്താൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും